തളിപ്പറമ്പിലോ പയ്യന്നൂരോ നിന്നാൽ ജയിക്കുമായിരുന്ന കെ ശൈലജ MLA തോറ്റ് തുന്നം പാടാൻ സാധ്യതയുള്ള സണ്ണി ജോസഫ് വക്കീലിൻ്റെ പേരാവൂരിൽ കൊണ്ടിട്ടു. അതിലോടുകൂടി കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്ന രണ്ടാമത്തെ നേതാവായ കെ ശൈലജ വെട്ടി. പിണറായിയുടെ തന്ത്രമാണത്. അങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള കെ ശൈലജ വെട്ടിയപ്പോൾ പിന്നെ ബാലഗോപാലിനെ വെട്ടാനായി CPIയുടെ നേതാവിനെ വയ്ക്കാൻ പറഞ്ഞു. പാവം ബിനോയ് വിശ്വം കേട്ട പാതി കേൾക്കാത്ത പാതി നന്മ മലയാളം കളിച്ച് നന്മമരം കളിച്ച് ഉടനെ തന്നെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവായിട്ട് ഡെപ്യൂട്ടി ലീഡറായിട്ട് രാജനെ വയ്ക്കണം എന്ന് പറഞ്ഞ് ചാടി. എന്നാൽ പിണറായി തന്നെ ഈ കളിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിണറായിക്ക് സമ്മർദ്ദം വന്നു. എന്താ സമ്മർദ്ദം? അങ്ങനെ CPI നാളെ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും അടുത്ത തന്ത്രം ഇറക്കി. ജനതാദളിനൊരു സീറ്റുണ്ട്, പ്രവീൺ എന്ന് പറഞ്ഞ് കൂത്തപ്പറമ്പിൽ നിന്ന് ജനിച്ച ഒരു സീറ്റുണ്ട്. അവർ 3-ാം സ്ഥാനത്താണ്. എങ്കിലും ഞങ്ങളുമായിട്ട് ആലോചിക്കാതെ ഇങ്ങനെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വയ്ക്കാൻ പറ്റില്ല എന്ന് വർഗീസ് ജോർജും ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ രസകരമാണ്. ഇടതുമുന്നണിയുടെ ഘടനാപരമായ ദുർബലപ്പെടുത്തിയത് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് CPI നിലപാടുകളിലാണ്. 22-ൽ ശ്രേയാംസ് കുമാർ ഒഴിഞ്ഞ RJയുടെ രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകേണ്ടി വന്നു. അന്ന് ഇന്ത്യ ഒട്ടാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ക്ഷയിക്കുമ്പോൾ പാർലമെൻറ്റിൽ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാണ് അന്ന് RJയുടെ സീറ്റ് CPI കരസ്ഥമാക്കിയതെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു. അത് 2022-ലാണ്. അതുകൊണ്ട് 24-ൽ രാജ്യസഭാ സീറ്റ് ഒഴിവന്നപ്പോഴും ആ സീറ്റ് CPI കൊണ്ടുപോയി, സന്തോഷ് കുമാർ കൊണ്ടുപോയി. ആരാണോ രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത് അവർക്കാണ് അവകാശമെന്നായിരുന്നു അന്ന് CPI പറഞ്ഞ ന്യായം. CPIയുടെ ഈ നിലപാട് കാരണം ചെറുകക്ഷികൾ ഇതോടെ മുന്നണിയിൽ ഇല്ലാതായി. നേരത്തെ ജനതാദളും RSPയും അടക്കമുള്ള ചെറുകക്ഷികൾക്ക് റൊട്ടേഷൻ വ്യവസ്ഥയിൽ രാജ്യസഭാ സീറ്റുകൾ ലഭിച്ചിരുന്നു. ജനതാദളിലെ അരങ്ങൽ ശ്രീധരൻ, കേരള കോൺഗ്രസിലെ ബക്കച്ചൻ മറ്റത്തിൽ, RSPയിലെ പ്രേമചന്ദ്രൻ എന്നിവർക്കെല്ലാം സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. എന്നാൽ അതിൽ വിരുദ്ധമായ CPIയുടെ സമീപനമാണ് മുന്നണിയിലെ ജനാധിപത്യ കക്ഷികളുടെ രാജ്യസഭാ പ്രാതിനിധ്യം ഇല്ലാതാക്കിയതെന്നും വർഗീസ് ജോർജ് പറഞ്ഞു. നിലവിൽ എൽ ഡി എഫിലെ 8 കക്ഷികൾക്കാണ് നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായതെന്നും വർഗീസ് ജോർജ് കൂട്ടിച്ചേർത്തു. CPMന്റെ ഒഴിവ് വന്ന സീറ്റിലാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോയതെന്നും ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് CPIയുടെ ഈ കളി ഇനി പറ്റത്തില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക്, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിലേക്ക് CPI വയ്ക്കാൻ പറ്റില്ല എന്ന് വർഗീസ് ജോർജ് തറപ്പിച്ച് പറഞ്ഞു. ഇത് വർഗീസ് ജോർജിനെ കൊണ്ട് പറയിച്ചത് പിണറായിയാണ്. അതാണ് നല്ല രസകരമായ കാര്യം. ബാലഗോപാലിനെ വയ്ക്കണമെന്നുള്ള, ഒഴിവാക്കണം എന്നുള്ള ഒരു കളി കൊണ്ട് ബിനോയ് വിശ്വത്തോട് പറഞ്ഞതും പിണറായി വിജയനാണ്. ബിനോയ് വിശ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ എന്നൊരു കാര്യം വന്നപ്പോൾ, പാർട്ടിക്കകത്തുനിന്ന് എതിർപ്പ് ശക്തമായി വന്നപ്പോൾ, ബാലഗോപാലൻ ടീമിൻ്റെ എതിർപ്പ് വന്നപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ വർഗീസ് ജോർജിനിറക്കി കളിക്കുന്നു. അങ്ങനെ നല്ല രസകരമായ ഒരു ചെസ് കളിയാണ് CPMനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരസ്പരം വെട്ടിയും തിരിച്ചും കുത്തിയും കൊന്നും അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, സ്വയം ഇല്ലാതാകുന്നു. ഇപ്പോൾ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ 8 ഘടകകക്ഷികളാണ് CPMനകത്ത് കൂടെ നിന്ന 8 ഘടകകക്ഷികളാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്, പല ഘട്ടങ്ങളിലൂടെ ഇല്ലാതായിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇപ്പോൾ ഒരു സീറ്റുമില്ല. അതുപോലെ തന്നെ മറ്റേ പഴയ ആന്റണി രാജുവിന് സീറ്റില്ല, KB ഗണേഷ് കുമാറിന് സീറ്റില്ല. അങ്ങനെ ഒരുപാട് കക്ഷികൾക്ക് കടന്നപ്പള്ളി രാമചന്ദ്രന് സീറ്റില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വനം മന്ത്രി AK ശശീന്ദ്രൻ്റെ പാർട്ടിക്ക് സീറ്റില്ല. അങ്ങനെ പാർട്ടികളെയെല്ലാം കൊലവിളിച്ച് അവസാനം CPMും CPIയും മരുന്നിന് വേണ്ടി ഒരു പ്രവീണുമായി കൂത്തുപറമ്പിൽ, അതും 10-400 വോട്ടിന് ജയിച്ച ഒരു കൂത്തുപറമ്പിലെ ഒരു കേസ് മാത്രമുള്ള ഒരു സ്ഥാനാർത്ഥിയുള്ള ഒരു MLAയുമുള്ള പാർട്ടിയുമായി അവർ മാറിയിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ഗുസ്തിയാണ് അതിനകത്ത് നടക്കുന്നത്. പിണറായി വെച്ച കെണിയിൽ ബിനോയ് വിശ്വം വീണു എന്നുള്ളതാണ് തമാശ. ആ വീഴ്ചയിൽ ബിനോയ് വിശ്വത്തിന് വലിയ തെറിയാണ് ബിനോയ് വിശ്വത്തിൻ്റെ CPIയിൽ നിന്ന് എല്ലാവരും കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുമായി ആലോചിക്കാതെ CPIക്ക് ഈ സീറ്റ് കൊടുത്താൽ അത് ഞങ്ങൾ പിണങ്ങും എന്ന്. പിണങ്ങിയിട്ടെങ്ങും പോകാനൊന്നും ലാഭമുള്ള ഒരാളാണുള്ളത്. അവർ പോയാലും പോയില്ലെങ്കിലും കേരളത്തിലൊന്നും സംഭവിക്കാനില്ല, മുന്നണി രാഷ്ട്രീയത്തിലൊന്നും സംഭവിക്കാനില്ല. എന്നാലും ഞങ്ങൾ മുന്നണി വിടും എന്നുള്ള ഭീഷണിയിലാണ് വർഗീസ് ജോർജ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ
രാഷ്ട്രീയം വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. CPIയിൽ CPM വച്ച കെണിയിൽ, അവരുടെ ഗ്രൂപ്പ് പോരിൽ, അവരുടെ ചക്കളത്തെ പോരാട്ടത്തിൽ പാവപ്പെട്ട നന്മ കളിക്കുന്ന നന്മ മലയാളം കളിക്കുന്ന ബിനോയ് വിശ്വം വീണുപോയി. അവസാനം സംഭവിച്ചത് ബിനോയ് വിശ്വത്തെ തേച്ചൊട്ടിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഇപ്പുറത്ത് ബിനോയ് വി.ഡി. സതീശൻ്റെ അവിടെ പൂക്കിയാണെങ്കിൽ LDFിൽ തൂക്കി എന്ന് പറയേണ്ടി വരും. ബിനോയ് വിശ്വത്തിൻ്റെ കാര്യം കട്ടപ്പൊഹ.